തിരുഹൃദയ വണക്ക മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടുള്ളത് നമ്മൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചാണ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് നന്മയുള്ള മനുഷ്യരായി മാറണം, പ്രകാശിക്കണമെന്നാണ്. നന്മ ചെയ്യുന്നവരായിട്ട് തീരണം എന്ന് തന്നെയാണ്. തിരുഹൃദയത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവിടുന്ന് ചെയ്ത നന്മകളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളുമാണ്. ആരെയും അകറ്റി നിർത്താനല്ല യേശു വന്നത്, മറിച്ച് എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കാനും അവർക്ക് നന്മ ചെയ്യുവാനുമായിട്ടാണ്. യേശു സുവിശേഷം അറിയിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, അന്ധർക്ക് കാഴ്ച നൽകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് മാർക്കോസ് സുവിശേഷകൻ പറയുന്നത് അവൻ നന്മ ചെയ്ത് കടന്നുപോയി എന്നാണ്. തിരുഹൃദയത്തെ ആശ്രയിക്കുകയും തിരുഹൃദയത്തിൻ്റെ മുമ്പിലായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മിലുണ്ടാകേണ്ട ഒരു സവിശേഷത, ഒന്ന്, യേശു ചെയ്ത നന്മകൾ അതിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. യേശുവിൽ നിന്ന് നന്മ സ്വീകരിക്കുക. നമ്മുടെ കുറവുകൾ, നന്മയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന കുറവുകളും തിന്മകളും യേശുവിൻ്റെ മുമ്പിൽ ഉണർത്തിച്ചുകൊണ്ട് അവിടുത്തെ നന്മയാൽ അതിനെ നിറവുള്ളതായി മാറ്റുക എന്നുള്ളതാണ്. രണ്ട്, യേശു ഇന്ന് നന്മ ചെയ്യാൻ അവിടത്തേക്ക് വേണ്ടി നമ്മുടെ കരങ്ങൾ, നമ്മുടെ നാവുകൾ, നമ്മുടെ പാദങ്ങൾ, നമ്മുടെ നയനങ്ങൾ, നമ്മുടെ കാതുകൾ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവ നൽകിക്കൊണ്ട് യേശുവിൻ്റെ നന്മയുടെ കരങ്ങളായി, നാവായി, നയനമായി, ചെവിയായി, പാദമായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് തിരുഹൃദയം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുഹൃദയ ജപം. ദാരിദ്ര്യം എന്ന സുഹൃത്തത്തിൻ്റെ മാതൃകയായ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. കാരുണ്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവേ, എൻ്റെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും ആയിരിക്കുന്നുവെന്ന് അറിയുന്നതിന് അങ്ങ് എത്രയധികം ഖേദിക്കുന്നു. പരിപൂർണമായ എൻ്റെ ഹൃദയത്തെ അങ്ങ് ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം അന്ധകാരത്താലും സകലവക ദുർഗുണങ്ങളാലും നിറഞ്ഞ ഒരു ഗുഹയാണെന്നതിൽ സംശയമില്ല. സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ, എന്നെ ദയാപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങനെയുള്ള ദിവ്യഹൃദയത്തിൻ്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംക്ഷുബ്ധമാക്കട്ടെ. അങ്ങിൽ മാത്രം എൻ്റെ ശരണം മുഴുവൻ വയ്ക്കുന്നതിനും എൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി അങ്ങയെ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ. ആമേൻ. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. ജീവിതത്തിൽ നാം നേടിയതൊക്കെ കർത്താവിൻ്റെ കരവേലകളാൽ നിർമ്മിതമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകാം. കർത്താവിൻ്റെ ദാനങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരു നിമിഷം മതി എല്ലാം കത്തിച്ചാമ്പലാകാൻ. അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിത്യവും ബൈബിൾ വായിക്കുവാൻ നമ്മൾ ഓർക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ഗ്രന്ഥത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: വിശുദ്ധ ഗ്രന്ഥം തുടക്കം മുതൽ അവസാനം വരെ ദൈവസ്നേഹത്തിൻ്റെ സ്വരമുണ്ട്. ബൈബിൾ ദൈവസ്നേഹം വിവരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ബൈബിൾ വായന തുടരണം. അത് പരിശുദ്ധാത്മാവിനോട് നമ്മെ അടുപ്പിക്കും. ദൈവവചനം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രഭാഷണത്തിലൂടെ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത്.
പ്രത്യേക വികാരങ്ങളൊന്നുമില്ലാതെ നാം പലതവണ വായിച്ചിട്ടുള്ള തിരുലിഖിത ഭാഗം ഒരു ദിവസം നമ്മൾ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു അന്തരീക്ഷത്തിൽ വായിക്കുകയും അപ്പോൾ ആ വാചകം പെട്ടെന്ന് പ്രകാശമാനമാവുകയും നമ്മോട് സംസാരിക്കുകയും നാം അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ മേൽ വെളിച്ചം ചൊരിയുകയും ചെയ്തേക്കാം. എല്ലാവർക്കും നല്ലൊരു സുദിനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ആമേൻ.